കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് സംഗമിപ്പാനും ഇതുവരെയും അന്യഭാഷയിൽ സമയമെടുത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് സമയത്തിൻ്റെ പരിധികളെ ലംഘിച്ചുകൊണ്ടും പ്രാർത്ഥനയിലുള്ള ദൈവമഹത്വവും പ്രാർത്ഥനയിലുള്ള ദൈവിക വളർച്ചകളും ഗ്രഹിച്ചുകൊണ്ട് സമയഭേദമന്യേ ഇങ്ങനെ അടുത്ത് വരുവാനായിട്ട് സാവകാശമൊരുക്കിയ ദൈവത്തിനും കടന്നു വന്ന എല്ലാവർക്കുമുള്ള പ്രത്യേക വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 രാത്രികളിലായിട്ട് പുതിയ നിയമ ശുശ്രൂഷ എന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമ്മൾ തിരുവചനത്തിൽ പഠിച്ചു വരികയായിരുന്നു. ഞാൻ ഈ ടോപ്പിക്ക് പഠിക്കാൻ തുടങ്ങിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 2007 എനിക്ക് ഈ വിഷയമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയും ഇതെന്താണെന്ന് എനിക്ക് ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. ഇന്നും എനിക്ക് എന്തെങ്കിലും അറിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിപ്പിക്കുന്നു. ഞാൻ തൃശ്ശൂർ പട്ടണത്തിൻ്റെ മാനസാന്തരത്തിനും വിടുതലിനുമായിട്ടൊരു 40 ദിവസം ഞാൻ ദിവസത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഉപവസിക്കുന്നത്. ഇന്നത്തെ പോലെ കൂടെ ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും ആരുമില്ല. സഭയായിട്ട് പ്രാർത്ഥന വയ്ക്കാൻ ചർച്ചിനകത്ത് അങ്ങനെ ഒരു ചെറിയ ഷെഡ് പോലത്തെ സ്ഥലത്താണെന്ന് പ്രാർത്ഥന നടക്കുന്നത്. 40ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ്. ശനിയാഴ്ച ഞാൻ കേരളത്തിൻ്റെ അതിർത്തിയായ വാളയാറ് നടന്നൊരു പ്രത്യേക പ്രാർത്ഥനയിൽ പോയി പങ്കെടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്ക് ഓടിച്ചാണ് വരുന്നത്. ബൈക്ക് ഓടിച്ചാണ് വരുന്നത്. അന്ന് രാത്രി ഇന്ന് പ്രാർത്ഥിച്ച് ഞായറാഴ്ചയ്ക്ക് ഒരു മെസ്സേജൊക്കെ തയ്യാറാക്കി രാവിലെ ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പം അന്നത്തെ രീതിയിൽ ഞായറാഴ്ച ഇന്നത്തെ പോലെയല്ല, സങ്കീർത്തനം വായിച്ച് സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിക്കണം. അരമണിക്കൂർ നേരം സങ്കീർത്തനം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ അകത്ത് ദൈവാത്മ പറയുന്നു, നീ ഇന്ന് രാവിലെ സങ്കീർത്തനം വായിക്കരുത്. എൻ്റെ ആത്മാവിൽ എൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ എൻ്റെ സ്പിരിറ്റ് എൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ചെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്, നീ സങ്കീർത്തനം വായിക്കരുത്. യെരമ്യാവിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിന് 31 മുതലുള്ള വാക്യങ്ങൾ, 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നീ വായിക്കണം. 35 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടില്ല. ബൈബിൾ ഇങ്ങനെ പൊതുവിൽ വായിച്ചു പോയപ്പോൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒന്നും എനിക്കിതിനെക്കുറിച്ച് പറയാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ നിൽക്കുന്ന ഒരു IPC ചർച്ച ആകയാൽ ചർച്ചിനകത്ത് സങ്കീർത്തന വായന എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാകയാൽ ഞാൻ പൊതു സദസ്സിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞ 40 ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് IPC എന്ന പ്രസ്ഥാനത്തെക്കാൾ ഈ സഭയേക്കാൾ വലുത് എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ച കർത്താവിൻ്റെ ശബ്ദമാണ്. എൻ്റെ സ്പിരിറ്റിനകത്ത് ഞാനിപ്പോൾ ശബ്ദം കേൾക്കുന്നു, ഈ ഭാഗം ഇങ്ങനൊരു ഭാഗം വായിക്കണം. എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം ഒന്നും എനിക്കറിയില്ല, എന്ത് പ്രസംഗിക്കണമെന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ദൈവാത്മാവിന് വിധേയപ്പെടുന്നു. ബൈബിൾ എടുക്കാം, നമുക്ക് വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാൻ പറ്റില്ല, വലിയ വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഈ വാക്യങ്ങൾ വായിച്ച് എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് എന്ത് പ്രസംഗിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സൗണ്ട് സിസ്റ്റം 2 സ്പീക്കറുണ്ട്, പാട്ട് പാടാൻ ആളില്ല, കൊയറില്ല, മറ്റൊന്നുമില്ല. ഈ വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ആരെങ്കിലും ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ചു തരാം കേട്ടോ. ഈ വാക്യം വായിച്ചു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് ബ്രൈറ്റ് അന്ന് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ബ്രൈറ്റ് ഉണ്ടോ എന്ന്. വായിച്ചു കഴിഞ്ഞ ശേഷം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സമയം ഏകദേശം 10:10 അല്ലെങ്കിൽ 10:15, 10:10 അന്ന് സമയം. 9:00 ആരാധന ആരംഭിക്കുന്നത്. പിന്നെ ഞാൻ കണ്ണു തുറന്നു നിർത്തുന്നത് 11:55 12 മണിക്കാണെന്ന് സഭായോഗം നിർത്തുന്നത്. 2 മണിക്കൂറോളം സമയം എന്താണ് അവിടെ നടന്നതെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് നടന്നത്. വായിച്ച് പ്രാർത്ഥിക്കുകയല്ല, ജനം തെറിച്ചു പോകുന്നു, ദൈവശക്തി ഇറങ്ങി നിൽക്കുന്നു. ഇതൊന്നും ഇന്നത്തെ പോലെ പാട്ട് പാടാനോ അല്ലെങ്കിൽ ഓർഗൻ പിടിക്കാനോ കോഡ് പിടിക്കാനോ ഒന്നുമില്ല കേട്ടോ. തമ്പേറില്ല, ഒന്നുമില്ല. ദൈവശക്തി അങ്ങ് ഇറങ്ങി. ജനം വെളിപ്പാടുകൾ കാണുന്നു, ദർശനങ്ങൾ കാണുന്നു, ദൈവശബ്ദം കേൾക്കുന്നു, ദുരാത്മാക്കൾ വിട്ടുപോകുന്നു, കണ്ടമാനം ദൈവപ്രവർത്തികൾ അങ്ങ് നടക്കാൻ തുടങ്ങി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുതിയ ഉടമ്പടി എന്ന വിഷയം ബൈബിളിൽ കാണുകയും പഠിക്കുകയും ചെയ്യാൻ ആരംഭിക്കുന്നത്. ഒരാൾ ഈ അടുത്ത 3 വാക്യങ്ങൾ വായിച്ചു തരാം കേട്ടോ. അടുത്ത 3 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് വായിച്ചു. ഈ വാക്യങ്ങളാണത്, വായിച്ചു.
എല്ലാവരും ഇരുന്ന് ഉറങ്ങുകയാണോ? ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വാക്യം 32. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്കുപിടിച്ച് മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. വാക്യം 33. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകും. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം കൂടെ, 34 വാക്യം കൂടെ. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വാക്യം കൊണ്ട് വായിച്ചു, 35 വാക്യം കൊണ്ട് വായിച്ചു. സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു. ഈ വാക്യം കൂടെ വായിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. 36 വാക്യം കൂടെ. ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എന്റെ മുമ്പിൽ ഒരു ജാതി ആകാതെ വണ്ണം മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വാക്യം വായിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ എനിക്ക് ആ മീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് 2 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ്. ഇത് ഒരു ഭയങ്കര ദൈവപ്രവൃത്തിയായി മാറി. 3 ആഴ്ച സഭായോഗത്തിൽ ഈ സംഭവം ആവർത്തിച്ചു. പ്രസംഗിക്കാൻ പറ്റുന്നില്ല, മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 3-ാമത്തെ ആഴ്ചയൊക്കെ ആയപ്പോഴത്തേന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ന്യൂസുകൾ പരക്കാൻ തുടങ്ങി. ഇത് കാണാനായിട്ട് മറ്റ് സഭയിൽ നിന്ന് ദൈവദാസന്മാർ, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് ഞങ്ങളുടെ ചർച്ചിനകത്ത് ഇതൊന്ന് അനുഭവിക്കാൻ വേണ്ടി വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത് ഇവിടെ നിന്നാണ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന വിഷയം ഞാൻ പഠിക്കാൻ ആരംഭിക്കുന്നു. ഈ 2 ക്ലാസ്സുകൾ കേട്ട നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഈ കവനൻ്റ് ഗ്രാൻഡ് കവനൻ്റ് ആണോ, കിങ്ഷിപ്പ് കവനൻ്റ് ആണോ, വാസൽ കവനൻ്റ് ആണോ? ആർക്കും ഉത്തരം പറയാം? സ്വർഗത്തിൽ 1/2 മണിക്കൂർ നേരമാണ് മൗനത ഉണ്ടായത്. നമുക്ക് 45 മിനിറ്റ് കൂടുതൽ പറ്റുകയില്ല. കിൻഷിപ്പാണോ ഇത്? ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്താണ് ഗ്രാൻഡ്, എന്താണ് കിൻഷിപ്പ്, എന്താണ് വാസൽ? ഗ്രാൻഡ് കവനൻ്റ് വലിയവൻ താഴെയുള്ളവനോട് ചെയ്യുന്ന ഉടമ്പടിയാണ് ഗ്രാൻഡ് കവനൻ്റ്. കിൻഷിപ്പ് തത്തുല്യമായ നിയമങ്ങളാണ് ഇതിനകത്തുള്ളത്, കരാറാണ് ഉള്ളത്. വാസൽ ഒരു അടിമയോട് ചെയ്യുന്നതാണ്. ഇതിനകത്ത് മുഴുവൻ മുകളിലുള്ളൊരു വ്യക്തി താഴെയുള്ള വ്യക്തിയോട് പറയുന്നതല്ലേ അതിനകത്തുള്ളത് മുഴുവൻ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകും. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം ഉള്ളപ്പോൾ ഈ ഭാഗം ഒന്ന് വായിക്കണേ. യെരമ്യാവിൻ്റെ പുസ്തകം 31-ാം അധ്യായം, യെഹെസ്കേലിൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായം. ഈ 2-3 അധ്യായങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ അവിടെ കാണുന്നത് മുഴുവൻ ഞാൻ ചെയ്യും എന്നാണ്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം പളിക്കും, ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരും, ഞാൻ നിങ്ങളുടെ കല്ലായ ഹൃദയം മാറ്റും, ഞാൻ എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങൾ നടക്കുമാറാക്കും. അപ്പം ഞാൻ ചെയ്യുമെന്നാണ് കർത്താവ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഉടമ്പടിയുടെ കരാറുകളോ വാക്തത്വങ്ങളോ മനസ്സിലാക്കാത്തത് കൊണ്ട് ക്രിസ്തീയ ജീവിതം നമ്മൾ പ്രവർത്തിയാൽ ഉണ്ടാക്കുന്നതാണെന്നുള്ള ചിന്തകളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് സമയം പോലെ അടുത്ത രാത്രി സെക്ഷനിലൊക്കെ അതൊന്നും കൂടെ ധ്യാനിക്കുക. ഇപ്പോൾ പ്രാർത്ഥനയാണല്ലോ.
വൈകിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കതൊന്നും കൂടെ വിശകലനം നടത്താം. നിങ്ങളുടെ ഫെയ്ത്ത് ക്ലിയർ ആയാൽ, ഫെയ്ത്ത് ആക്യുറേറ്റ് ആയാൽ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് വായിക്കുന്നത് പോലെ, നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ ഇസ്രായേൽ ഗ്രഹത്തോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ മക്കളാക്കി നിങ്ങളെ അബ്രഹാമിലൂടെ, ക്രിസ്തുവിലൂടെ നിങ്ങളെ അബ്രഹാമിൻ്റെ മക്കളാക്കി നിങ്ങൾക്ക് ഈ അവകാശം തന്നിരിക്കുന്നു എന്ന വെളിപ്പാട് നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് തുറക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ തലത്തിൽ ജീവിക്കാനുള്ള അനുവാദം, അവകാശം ദൈവം തന്നിരിക്കുകയാണ്. അർത്ഥാൽ പുതിയ ഉടമ്പടി നിങ്ങളെ അടുത്തൊരു ഹയർ റിലത്തിലേക്ക് ദൈവാത്മാവിനാൽ കൊണ്ടുപോവുകയാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിനകത്ത് ഇങ്ങനൊരു വാക്യം വായിപ്പിച്ചിരുന്നു. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കുന്നു. കർത്താവേ, ഈ ഉടമ്പടിയുടെ വെളിപ്പാട് എനിക്കൊന്ന് തരണമേ. ഈ കവനന്റിൻ്റെ വെളിപ്പാട് എനിക്കൊന്ന് തരണമേ. എന്നെ തലത്തിലൊന്ന് പണിയണമേ. എനിക്ക് നിന്റെ ചട്ടങ്ങളിൽ നടക്കണമേ. കർത്താവേ, അതിനായിട്ട് എന്നെ ഒന്ന് സഹായിക്കണമേ. എനിക്ക് നീ ആഗ്രഹിക്കുന്ന തലത്ത് ജീവിപ്പാനുള്ള കൃപ എൻ്റെ മേൽ തരണമേ. ഒന്ന് പ്രാർത്ഥിച്ച് ഈ വചനങ്ങൾ ചൊല്ലിക്കൊണ്ട് അടുത്ത 2-3 മിനിറ്റ് വരെ ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. ഷാന്തൽഖനാദിരാധന വൈശ്വസ്കനാദിന വളരെ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു ഭാഗത്തേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത് കേട്ടോ. ഷാദൽ കർത്താവ് നിങ്ങൾക്ക് യഹോവയുടെ സഹിത്വം നിങ്ങൾക്ക് തരും. അവന്റെ കമനന്റുകൾ നിങ്ങളെ അറിയിക്കും. ഷാബ ലംദൽ കടാദിരാധന വൈശ്വപ്രവടമന അപരങ്ങൾ തുറന്ന മൈക്കളെല്ലാം മൺവിട്ട് പ്രാർത്ഥിച്ചു. ലത്തരാദിരപ്രൗഷസ്കനാദിരാധന ജീവപ്രൗഷപനഘടകധന രഗപ്രൗഷസ്കനാദിരാധന പ്രൗഢപനഘടകധനം അന്തരാഭിരപ്രൗഷസ്കന രിപപ്രൗഢപനഘതുരജ രഗക്ഷസ്കനാദിരാധന പ്രൗഢപനഘടകധനം ലാദൽ ഖനാദിരാധന പ്രൗഷസ്കനാവിരാപന പ്രൗഢപനഘടകധനം ദീപമാന പക്ഷി പ്രൗഢപനഘടകധനാരക പ്രൗഷസ്കനാദിരാധനം ലഗജന ഹദുരബന ഹദരശസ്കന റിബശസ്കന ലബപ്രൗഢബന അന്തൽ ഘടകദന ഹദുരജനി ഗദുരബന ഘടകദന വൈശസ്കനാദിരാധന ഘടകദന ലംബൽ പ്രൗഷസ്കനാദിരാധന ഹട്ടസ്കനാദിരാധന പ്രൗഷസ്കനാദിരാധന വൈശ്വസ്കനാദിരാധന അൽക്കനഗണഗതന. ഈ വേർഡ് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറ്റി പ്രാർത്ഥിച്ചോട്ടെ. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേലത്തോട് ചെയ്യാനിരിക്കുന്ന കവനന്റ് ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും, അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും. അവർ എന്നെ അറിയും, അവർ എന്നെ അറിയും. അങ്ങനെ ഇന്റിമസിയിലുള്ളൊരു ജീവിതം, ഇന്റിമസിയിലുള്ളൊരു ജീവിതം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരും.
ജീവവാനഹട്ടി പ്രൗഷഭന ഘടകദന വന്തൽ പ്രൗഷസ്കനാദിരാധന അബ്ദുൽ ഘടകദന വൈഷ പ്രൗഢവന ഘടകദന ഗദുരവന ഘടകദന വൈഷ പ്രൗഢവന ഘടകദന വൈഡൽ ഘടകദന ജഗത്തുരാധന പ്രൗഢവന ഘടകദന നിങ്ങൾ ഈ വാക്യം നമ്മൾ നേരത്തെ വായിച്ച യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അതിന് തത്തുല്യമായി അതേ വാക്യങ്ങൾ തന്നെ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ ദൈവാത്മ പറയുകയാണ്. യെഹെസ്കേൽ 36-37 ദൈവം ഉണങ്ങിയ അസ്ഥികളെ, ചിതറിക്കിടക്കുന്ന അസ്ഥികളെ സൈന്യമാക്കുന്നത്. പക്ഷെ 36 അതിനു മുമ്പ് ദൈവാത്മ പറഞ്ഞ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ഇത് ഏത് കവനൻ്റ് ആണെന്നുള്ള വെളിപ്പാട് വേണം കേട്ടോ ഇത് വായിക്കും. ഇന്ന് രാവിലെ നമ്മൾ അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഏത് വെളിപ്പാടിലാണ് കർത്താവ്, ഏത് ഉടമ്പടികളിൽ ഏത് തലത്തിലാണ് കർത്താവ് ഇതിനെ കാണുന്നത്? ഏത് ഉടമ്പടിയാണ്? ഗ്രാൻഡാണോ, കിൻഷിപ്പാണോ, വാസലാണോ? അപ്പം എൻ്റെ 2 ക്ലാസ് കേൾക്കാത്തവർക്ക് ഇത് മനസ്സിലാകില്ല. അപ്പം ഇതിനകത്ത് ഗ്രാൻഡ് കവനൻ്റ് ആണ് ഇതെന്ന് മനസ്സിലായാൽ ഇവിടെ ദൈവമാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായാൽ മതി. ഇത് ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ സ്വീകരിക്കാൻ റെഡിയായാൽ മതി. ഒന്ന് വായിച്ച് ഈ വാക്യം ഞാൻ വായിക്കാമാണെങ്കിൽ സമയലാഭത്തിന് വേണ്ടിയിട്ട് ഞാനിത് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കേട്ടോ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഇനി കേൾക്കണം കേട്ടോ. ഇനി എല്ലാം ശ്രദ്ധിക്കണേ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ ചെയ്യും. അടുത്തത് 26, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. അടുത്തോടെ ഞാൻ എഴുതിയിട്ടില്ല. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അവിടെ ഉണ്ട്. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസലമായ ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മനിതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന് അനുഭവിക്കാതിരിക്കണമെന്ന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിലെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തിയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛത നിമിത്തവും തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. അവിടെ നിൽക്കട്ടെ, അത്രയും മതി. ഇവിടെ എല്ലാം ചെയ്യുന്നത് ആരാണ്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാനീ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇസ്രായേലിനകത്തോട് ചെയ്ത ഈ പുതിയ ഉടമ്പടിക്കകത്ത് എല്ലാം ചെയ്യുന്നത് ആരാണ്?
എല്ലാം ചെയ്യുന്ന യഹോവയാണ്. അപ്പൊ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത, പുതിയ ഉടമ്പടിയിൽ യഹോവ പുത്രനിലൂടെ ഇസ്രായേലകത്തോട് ചെയ്ത ഈ ഉടമ്പടിയിൽ സകലതും ചെയ്യുന്ന അവനാണ്. നമ്മെ അതിനവിടെ കിട്ടുക എന്നത് മാത്രമേ ഉള്ളൂ. വിശ്വസിച്ചുകൊണ്ടൊരു തലമുറ ഇത് സ്വീകരിപ്പാൻ റെഡിയാണെങ്കിൽ ഇത് മുഴുവൻ അവൻ അവരിലേക്ക് തുറക്കുകയാണ്. ഇനി നമ്മൾ ആരാണ്? നമ്മൾ ആ ഉടമ്പടിയുടെ സന്തതികളാണ്. നമ്മളെ ഇതിൻ്റെ അവകാശികളാക്കിയിരിക്കുകയാണ്. അപ്പം നമ്മെ അവൻ്റെ സ്വഭാവപ്രകാരം, സ്വരൂപപ്രകാരം നടത്തുക എന്നുള്ളത് അവൻ്റെ പ്രോസസ്സല്ലേ. നിങ്ങളെ വാക്യം 27 എനിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. ആ വാക്യം 27 കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കണം കേട്ടോ, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. 27 വാക്യം, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. സിനായ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് 10 കൽപ്പനകളും 613 ഉപകൽപ്പനകളും നൽകിയപ്പോ റോമാലേഖനം 8 പറയുന്ന പൗലോസ്, ജഡത്തിന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കേണ്ടവനാണ് പുത്രൻ നമ്പരം വന്നത്. അന്ന് കൽപ്പനകൾ കൈക്കകത്ത് നൽകി. ഇവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്കത് അനുസരിക്കാൻ പറ്റുന്നില്ല, കാരണം ഇവർ ജഡം ബലഹീനമാണ്. എന്നാൽ തമ്പുരാൻ പറയാണ്, അന്ന് ഞാൻ കയ്യിൽ തന്ന കൽപ്പന ഞാനിപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തരാൻ പോവാണ്. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാനൊരു പുതിയ ഹൃദയം തരും, നിങ്ങൾക്ക് ഞാൻ പുതിയ ആത്മാവിനെ തരും, നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം ഞാൻ മാറ്റും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ ഞാൻ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പൊ ചട്ടങ്ങളിൽ നിങ്ങളെ നടത്താൻ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്ത് തന്ന് ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റി നിങ്ങളെ ഞാൻ എൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അവൻ്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടക്കാൻ അവൻ നമ്മുടെ മേൽ കൃപയും ആത്മാവിനെയും ജീവനെയും ശക്തിയും തരും. അർത്ഥാൽ പുതിയ ഉടമ്പടി നമ്മെ അവനെ പോലെയാക്കി മാറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്? നിങ്ങൾക്ക് പുതിയ കവനന്റ്. അപ്പൊ കവനന്റിൽ വന്നാലുള്ള മെച്ചം എന്താ? അബ്രഹാം ദൈവം കവനന്റ് പറഞ്ഞപ്പോൾ അബ്രഹാമിന് അങ്ങ് വിശ്വാസം വന്നു. ഇതുവരെ എന്നാ ചെയ്താലും നടക്കുകയില്ലാത്ത അബ്രഹാം, എന്തു പറഞ്ഞാലും വിശ്വാസം വരാത്ത അബ്രഹാം കവനന്റ് മടന്നു കഴിഞ്ഞപ്പോൾ അവന്റെ അകത്ത് ഉറപ്പായി, ഇനി ദേശം എന്റേതാണ്. അങ്ങനെയെങ്കിൽ കാൽവറിയിൽ നടന്ന പുതിയ കവനന്റിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പ്രകൃതി ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് വിരോധമായത് മുഴുവൻ നിങ്ങളുടെ സ്വയത്തിൽ നിന്ന്, നിങ്ങളുടെ ജഡത്തിൽ നിന്ന് ഉരിഞ്ഞു മാറ്റി അവൻ്റെ ജീവനാൽ നിങ്ങളെ അവൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടത്തുമാറാക്കും. ഇത് നടക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവാത്മാവ് ക്ഷാമത്തിൻ്റെ നിന്ന എടുത്തു മാറ്റും. നിങ്ങൾ അവൻ്റെ സ്വരൂപത്തിലേക്ക് വളരും തോറും, വായിക്കുന്നുണ്ടോ, നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം, ഞാൻ നിങ്ങളുടെ കുടുംബങ്ങളെ ബ്ലസ്സഡ് ആക്കി മാറ്റും. ഞാൻ നിങ്ങളുടെ മേൽ നിന്ന എടുത്തു മാറ്റി വൃക്ഷങ്ങളുടെയും നിലത്തിൻ്റെയും വിളവിനെ ഞാൻ വർദ്ധിപ്പിക്കും. അന്ന് കാലത്ത് അവർക്ക് വൃക്ഷങ്ങളാണുള്ളത്, നിലങ്ങളാണുള്ളത്, വയലുകളാണുള്ളത്. അന്നത്തെ അവരുടെ ഉപജീവന മാർഗം അതാണ്. ഇന്ന് നിങ്ങളുടെ ഉപജീവനം എന്താണ്? നിങ്ങൾ നല്ല ജോലിയിലാണ്, നിങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് പല നിലകളിലുള്ള ബിസിനസ്സുകൾ, ജോലികൾ, ശുശ്രൂഷകളുണ്ട്. എന്താണോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്ധാരണം, ഉറവുകൾ, അതിനെ ദൈവം വർദ്ധിപ്പിക്കും. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. ദൈവം നിങ്ങളെ ഒരു ബ്ലെസ്സഡ് ആക്കി മാറ്റും. എപ്പോൾ? പുതിയ ഉടമ്പടിയുടെ വെളിപ്പാട് പ്രകാരം നിങ്ങളുടെ അകത്തേക്ക് പകരപ്പെടുന്ന ആത്മാവിനാൽ, നിങ്ങൾ ദൈവാത്മാവിനാൽ പണിയപ്പെട്ട അവൻ്റെ സ്വരൂപത്തിലേക്ക് വളരും തോറും നിങ്ങളുടെ കുടുംബങ്ങൾ മേൽ അവൻ്റെ ബ്ലെസ്സിങ് ദൈവാത്മ തുറന്നു വരാൻ തുടങ്ങും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കുറച്ചധികം നേരം സംസാരിച്ചു എന്ന് സാരമില്ല, പക്ഷെ ഇത് കയറാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ അകത്ത് കർത്താവ് ഇന്ന് രാവിലെ, ഞാൻ വിശ്വസിക്കുന്നു, ഈ ഉടമ്പടിയുടെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് അവൻ തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അകത്ത് അതിനുള്ള മാറ്റങ്ങൾ ദൈവാത്മ ചെയ്യാൻ പോവുകയാണ്. ഈ വചനം ധ്യാനിച്ച് അടുത്ത 3-4 മിനിറ്റ് എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചു കേട്ടോ. ഇത് അകത്ത് ഇത് നടക്കുമ്പോൾ
പുറമെ അവന്റെ അനുഗ്രഹങ്ങൾ തുറന്നു വരും. ഷാബല പുറമെയുള്ളവനല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നവ. പുറമെയുള്ളവല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നവ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നവ അകമയുള്ള വളർച്ചയാണ്. ആരാണിത് ചെയ്യുന്നവ? ഇത് യഹോവയാം ദൈവമാണ് ചെയ്യുന്നവ. എങ്ങനെയാണിത് ചെയ്യുന്നവ? അവന്റെ ആത്മാവിനാലാണ് ഇത് ചെയ്യുന്നവ. അവന്റെ ആത്മാവിനാൽ അവന്റെ പ്രമാണങ്ങൾ, അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന് നമ്മെ അവന്റെ ചട്ടങ്ങളിൽ അവൻ നടത്തുകയാണ്. എല്ലാമായി കോൺമുട്ടി പ്രാർത്ഥിച്ചു കേട്ടോ. ലംദൽ പ്രൗഷവന ഘടകദിന. പിതാവേ, അങ്ങനെ വളർച്ച എന്റെ അകത്ത് വേണം, അങ്ങനെ വളർച്ച എന്റെ അകത്ത് വേണം, അങ്ങനെ വളർച്ച എന്റെ അകത്ത് വേണം. ഷാബന വൈഷ പ്രൗഢവന ഘടകദിന. ജീവിതത്തെ തിരിക്കുന്ന ദൈവപ്രവർത്തികൾ ഇപ്പോൾ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ തിരിക്കുന്ന ദൈവപ്രവർത്തികൾ തുറന്നു വരുവാൻ. ഓ റാബാന ശബൽ ഘടകതന ക്ഷാമത്തെ, ഓ ജനം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ, ജനം അനുഭവിക്കുന്ന വേദനകളെ, ഓ അവരുടെ വളർച്ചയാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവാത്മാവ് എടുത്തു മാറ്റുന്നതെന്ന് അവരകത്ത് വെളിപ്പാടാക്കി കൊടുക്കണമേ. ക്ഷാമമായിട്ട് അനുഭവിക്കുന്ന രോഗങ്ങൾ, ക്ഷാമമായിട്ട് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ക്ഷാമമായിട്ട് അനുഭവിക്കുന്ന വേദനകൾ, ക്ഷാമമായിട്ട് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ പരിശുദ്ധാത്മാവേ ഇന്ന് രാവിലെ അങ്ങ് പൊളിച്ചു മാറ്റി അങ്ങ് ഇവരുടെ അകത്ത് വളർച്ചയാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വളർച്ചയാൽ ഉണ്ടാകുന്ന ബ്ലെസ്സിങ്ങൾ തുറക്കട്ടെ, വളർച്ചയാൽ ഉണ്ടാകുന്ന ബ്ലെസ്സിങ്ങൾ തുറക്കട്ടെ. ഷാബൽ പ്രൗഷവന ഘടകദനം. പരിശുദ്ധാത്മാവേ ഇപ്പോൾ അത് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ അത് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ അത് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ന്യൂ കവനന്റിന്റെ പുതിയ ഉടമ്പടിയുടെ തേജസ് ഇവരുടെ മേൽ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ ഉടമ്പടിയുടെ മഹിമ ഇവരുടെ മേൽ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ അടയാളമായി ഇപ്പോൾ ഇവരുടെ മേൽ ദർശനങ്ങൾ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മൈൻഡ് വിഷൻ ഓപ്പൺ ആകാൻ, ഇവരുടെ മേലെ ഹെവൻ റിലം തുറന്നു വരാൻ, ഇവരുടെ മേലെ സാന്നിധ്യം തുറന്നു വരാൻ, ഇവരുടെ മേലെ മഹിമ തുറന്നു വരുവാൻ വിശ്വസിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മേൽ അങ്ങനത്തെ ഒരു തലം ദൈവാത്മ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. റബനഗദുര ജനഗദുരിവിനി ഹജ്ജസ്കനാദിനാദന അന്തൽ ഘടകദന ഹത്തുരാദന പ്രൗഷസ്കനാദിനാദന അൽക്കരെ റിബാന ലഗോരവി ഹാംദുറോ ജീവ പ്രൗഷവന അമ്പൽ ഘടകദന. അങ്ങനത്തെ ഒരു റിലം തുറന്നു വരണം കർത്താവേ, അങ്ങനത്തെ ഒരു മഹിമ തുറന്നു വരണം കർത്താവേ. ലാദൽ ഖനേദിനി ഹഷ്കനാദിനാദന അൽക്കബന ഘടകദന ഹഷ്കനാദിന. ഏകദേശം കർത്താവേ വർഷങ്ങൾക്ക് മുമ്പ് ലാംദൽ ഘടകദന വൈഷസ്കനാദിനാദന 18-19 വർഷം മുമ്പ് ചർച്ചിനകത്ത് ഇറങ്ങിയ ആ മഹിമയുടെ മേഘം, ആ മഹിമയുടെ മേഘം അപ്പോ ഇത് വിശ്വസിക്കുന്ന ജനത്തിനു മേൽ ഇപ്പോൾ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത് തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാദൽ ഘടകദന അത് കട്ടിപിടിച്ചൊരു തേജസ്സായി ഇവരെ ഹൃദയങ്ങളിലേക്ക് അത് തുറക്കാൻ, ഇവരെ ഹൃദയങ്ങളിൽ ഇവരെ കർത്താവ് അങ്ങയുടെ ചട്ടങ്ങളിലേക്ക് നടത്താൻ, ഇവരെ ഹൃദയങ്ങളെ മാറ്റുന്ന, ഇവരുടെ ഹൃദയങ്ങളെ മാറ്റുന്ന, കല്ലായുള്ള ഹൃദയത്തെ മാറ്റുന്ന ഷാഖന ജനാദിന ഹാൻഡൽ ഘടകദന ആ ഗ്രാൻഡ് കവനന്റിനകത്തുള്ള കൈമാറ്റം, ഗ്രാൻഡ് കവനന്റിനകത്തുള്ള കൈമാറ്റം ഇപ്പോൾ ഈ ജനത്തിന് മേൽ തുറക്കുവാൻ, ഇപ്പോൾ ഈ ജനത്തിന് മേൽ തുറക്കുവാൻ, അത് ഈ ജനത്തിന് മേൽ തുറന്നു വരുവാൻ. ഷാ ഭരാദിനെ വേദ പ്രൗഷവനം. ലംദൽ ഖനഗജുനി വിദിരിബിനി ഘടകദന ഹത്തുരാദന പ്രൗഷസ്കന അന്തൽ ഘടകദന വേദ പ്രൗഷസ്കനാദില പ്രൗഢവന ഘടകദനാദന അന്തൽ ഘടകദന വേദ പ്രൗഷസ്കനാദിനാദന അംബ പ്രൗഢവന ഹത്തുരാദന പ്രൗഷസ്കനാദിനാദന അന്തൽ ഘടകദന വേദ പ്രൗഢവന ഹത്തൽ ഘടകദന വേദ പ്രൗഷസ്കനാദിനാദന പ്രൗഢവന ഘടകദനം.
dari bari 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 നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ നിങ്ങളുടെ അകത്തറിയാതെ തന്നെ ഈ ഭാഗങ്ങൾ പതിയപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാം കേട്ടോ, ഇതിനകത്ത് കുറേ പേര് കർത്താവ് അങ്ങനെ പണിയുന്നുണ്ടെന്ന്. പലരും എന്നെ വിളിച്ചത് പറയുന്നുണ്ട്, കർത്താവ് ഈ പ്രാർത്ഥന രാവിലെയുള്ള പ്രാർത്ഥനകളിൽ തന്നെ ദൈവാത്മ ആഴമായി പലരെ പണിയുന്ന കാര്യങ്ങളിൽ കർത്താവ് കഴിഞ്ഞ ദിവസം ഞാൻ കേൾപ്പാടിയാത്തുന്നു. അപ്പം നമ്മുടെ അകത്ത് ഇങ്ങനെ ആത്മാവിനെ പകർന്ന് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ തിരിച്ച് നമ്മെ അവനെ പോലെ ആക്കി മാറ്റുന്ന ഒരു ദൈവിക പ്രോസസ്സ് ഇതിനകത്ത് നടക്കുമ്പോൾ അതല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹമായി മാറുന്നത്? അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മൊത്തം മാറ്റുമോ? അപ്പം നമ്മൾ അവസ്ഥ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കാര്യമായിട്ട് സമയമെടുത്ത് പ്രാർത്ഥിക്കണോ? നമ്മെ മാറ്റുന്ന ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണോ? നമ്മളിവിടെ ചെയ്യുന്ന അതാണ് കേട്ടോ. രാവിലെയുള്ള പ്രാർത്ഥനയിൽ പോലും നമ്മൾ അല്പനേരം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച്, ഇങ്ങനെ നമ്മെ പണിയുന്ന വചനം ധ്യാനിച്ച് ഒടുവിലാണ് നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് ബൈബിളൊരു വാക്യം ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നു. ശക്തന്മാർ അശക്തന്മാരുടെ ബലഹീനതകളെ ചുമക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ റിയൽ പ്രോസസ്സ്, യഥാർത്ഥ പ്രോസസ്സ്, പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ അകത്ത്, നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈ തലത്തിൽ ദൈവാത്മാവിനാൽ പണിയപ്പെടാൻ തുടങ്ങും. കഠിനമായ ശോധനയായിരിക്കും, ആർക്കും ഇല്ലാത്ത പ്രശ്നമായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ. സത്യമെന്നേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രശ്നം മാറാൻ ഒന്ന് ക്രിസ്തുവിൽ വളരുക, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിട്ട് പോകരുത് കേട്ടോ. ക്രിസ്തുവിൽ വളരുന്നൊരു വ്യക്തിയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ അകത്ത് കിടക്കണം, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് വന്നിട്ടില്ല. പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കുന്ന കർത്താവാണ്. നിങ്ങൾ ഈ വെളിപ്പാടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മേലുള്ള ക്ഷാമങ്ങളെ ദൈവം, അവസ്ഥകളെ മൊത്തം ദൈവം എടുത്തു മാറ്റും. ദൈവം നിങ്ങളുടെ മേൽ സമൃദ്ധിയുടെ കിങ്ഡത്തിൻ്റെ സോഴ്സുകൾ ദൈവം തുറക്കാൻ തുടങ്ങും. അതിനിടയിൽ ദൈവാത്മ തുറക്കുന്ന ഒന്നാണ് സ്പിരിച്വൽ റിലം തുറന്നു വരും നിങ്ങളുടെ മേൽ. ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കുന്ന നേരത്ത് കർത്താവ്, അവസാനത്തെ സമയത്ത് കർത്താവ് എന്നോട് പറയാൻ തുടങ്ങിയിരുന്നു. ഇന്ന് ഇപ്പോഴും ദൈവാത്മാവ് എന്നോട് ആ പദം അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ വളരെ ലേറ്റായിട്ട് കുറച്ച് നേരം ഇന്ന് രാത്രി ഉറങ്ങിയിട്ടുള്ളൂ. തീരെ വയ്യ എനിക്ക്. പക്ഷേ ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് എത്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ കയറി വന്നിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നില്ല നിർത്താനായിട്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ വളർച്ചയുടെ പ്രോസസ്സിലാണെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് തുറക്കാൻ തുടങ്ങും. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മുറിക്കകത്തൊരു ദൈവസാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ വിഷനുകൾ കാണാൻ തുടങ്ങും, നിങ്ങൾ ദർശനങ്ങൾ കാണാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾ മാറുന്നു, സ്പിരിച്വൽ ഐസ് തുറക്കുന്നു, സ്പിരിച്വൽ റിലം നിങ്ങളുടെ മേൽ ആക്റ്റീവാകും. നിങ്ങൾ ആത്മതലത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. നമുക്ക് ഒരു ദിവസം സമയമെടുത്ത് അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഈ വചനം ചൊല്ലി ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ തലം അങ്ങ് ഓപ്പണായി. ഇതാണ് ചർച്ചിനകത്ത് വന്ന ആദ്യത്തെ മാറ്റം. ഇപ്പോൾ നമുക്ക് സമയം വളരെ മുമ്പോട്ട് പോയി, നമ്മുടെ മുമ്പിൽ ചില മിനിറ്റ് മാത്രമേ ഉള്ളൂ.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അടുത്ത 2-3 മിനിറ്റ് സമയം കൂടെ, ഇത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സ്പിരിച്വൽ റിലം നിങ്ങളുടെ മേൽ, നിങ്ങൾ വളരുന്ന വളർച്ച റെഡിയാണെന്നുള്ളതിന്, കൃത്യമാണെന്നതിന് തെളിവായി നിങ്ങളുടെ മേൽ സ്പിരിച്വൽ റിലങ്ങൾ തുറന്നു വരാനായിട്ട്, സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആകാൻ, നിങ്ങളുടെ മൈൻഡ് വിഷൻ ഓപ്പൺ ആകും, ദർശനങ്ങൾ കാണാൻ തുടങ്ങും, വിഷനുകൾ നിങ്ങൾ കാണാൻ തുടങ്ങും, ആത്മവിവശതയ്ക്കകത്തേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങും, പ്രത്യേക അനുഭവങ്ങൾ ദൈവാത്മ തുറക്കാൻ തുടങ്ങും, വരങ്ങൾ നിങ്ങളുടെ മേൽ ഓപ്പൺ ആകും. ഇതെല്ലാം ഈ വളർച്ചയിൽ സംഭവിക്കുന്നതാണ്. ഇങ്ങനൊരു സ്പിരിച്വൽ വളർച്ച നമ്മുടെ സൂമിനകത്ത് കൂടുന്ന ഒട്ടുമിക്ക ആളുകളും ദൈവിക അനുഭവങ്ങൾ പ്രാപിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥനയിൽ നിൽക്കുന്നതിന് കാരണം കൂടി അതാണ്. അടുത്ത ചില മിനിറ്റുകൾ, 2-3 മിനിറ്റ് വരെ എല്ലാവരും ഇങ്ങനത്തെ ഒരു റിലം നിങ്ങളുടെ മേൽ തുറന്നു വരും കേട്ടോ. ആ റിലം തുറക്കാൻ പോവുകയാണ്. ആ വെളിപ്പാടിൽ മറ്റൊന്നും ധ്യാനിക്കാതെ പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളുടെ മേലെ അത് തുറന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷഖനബദന മൈക്കിളെല്ലാം മൺമ്യൂട്ടിട്ട് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചോ. ഈ ഉടമ്പടിയിൽ ദൈവം നിങ്ങളെ പണിയുകയാണ്. പണി മുഴുവൻ ദൈവമാണ് ചെയ്യുന്നവർ. വിശ്വസിച്ചുകൊണ്ട് അന്യഭാഷ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ബുദ്ധിയുടെ തലത്തിൽ നിന്ന് സ്പിരിച്വൽ റിലത്തിലേക്ക് ഇവരെ കൊണ്ടുപോകേണ്ടവന്, ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ഗ്ലോറി റിലത്തിലേക്ക് ഇവരെ ഉയർത്തേണ്ടവന്, അതിപ്പോൾ ഇവരുടെ ബോഡിയിൽ തെളിവാകുമെണ്ണം, ഇപ്പോൾ ഇവരുടെ സ്പിരിറ്റിനകത്ത് ബോധ്യമാകുമെണ്ണം, ഇപ്പോൾ ഇവരെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം പ്രാർത്ഥിക്കുന്നവരെ മേലെ അത് തുറന്നു വരാൻ, ഒരു പുതപ്പ് പോലെ ഇവരെ മുറിയിൽ അത് ഇറങ്ങി വരാൻ. കർത്താവേ, സ്പിരിച്വൽ കണ്ണുകൾ തുറക്കണമപ്പ. സ്പിരിച്വൽ റിലങ്ങൾ കാണേണ്ടതിന് ഇവരെ സ്പിരിച്വൽ ഐസ് തുറക്കണമപ്പ. തുറന്നു വരട്ടെ അപ്പ. പ്രവാചകനായ ഏലീശ പ്രവാചക ശിഷ്യന്റെ കണ്ണു തുറക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ ആത്മതലത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവിക സൈന്യത്തെ കാണാൻ, അഗ്നിമയ രഥങ്ങളെ കാണാൻ പ്രവാചക ശിഷ്യന്റെ കണ്ണു തുറന്ന കർത്താവേ, ഇപ്പോൾ ഇവരെ സ്പിരിച്വൽ ഐസുകൾ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഹൃദയങ്ങളിൽ ദൈവിക പ്രകാശങ്ങൾ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് സ്മിതനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, സംഗീത മനോജിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ജോമൻ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോളി ജോസഫിനായി പ്രാർത്ഥിക്കുന്നു, സിസ്റ്റർ റോമനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീത്ത സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നമ്മ വർഗീസിന് വേണ്ടി, ഡെയ്സി ഡേവിസിന് വേണ്ടി, സോഫിയ കോയമ്പത്തൂർ, ഗ്രേസി ടീച്ചർ, സുശീല സിസ്റ്റർ, ജോഫി സെബിൻ, ഉഷാനെറ്റോ, റോസിലി ജോസഫ്, ഗ്രേസി മാത്യു, നിർമ്മല സിസ്റ്റർ, ഹേമ സിസ്റ്റർ, ഡെൽഫി സിസ്റ്റർ, തോമസ് ബാബു ബ്രദർ. പിതാവേ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരെ സ്പിരിച്വൽ ഐസുകൾ തുറന്നു വരട്ടെ. സ്പിരിച്വൽ റിലങ്ങൾ ഇവരെ മേൽ ഓപ്പൺ ആകട്ടെ. സോണി എപ്പോഴും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫെബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബീന ബാലഗോപാൽ, ഡോക്ടർ റീന ജോർജ്, ലിച്ചു, ലൈജു ബെഹറിൻ, പ്രിയങ്ക, ലാഖബാനിഹി, ഹാതുരി, ഹൈഷസ് കെനിലിബി, ലംദൽ കിനിച്ചിന, വായിഷി, പ്രിവിനി ഹത്തുലാദനഷസ്, ഷൈനി സിസ്റ്റർ, ജെസി ജേക്കബ്, ജിഷ അനിൽ, ഷീജ സിസ്റ്റർ, ജോളി പൗലോസ്, നിരഞ്ജന രവി, ലിനി അഗസ്റ്റിൻ, പ്രിയ അരവിന്ദു, ഓ റബ ഹൽക്കദനി, ലിഗൽക്കനഗദനി. വ്യത്യസ്തമായ തലങ്ങൾ തുറക്കണമപ്പ. വല്യമ്മ സിസ്റ്റർ, രാജു ജോൺ, റീന ഫിലിപ്പ്, ഷാഖബ ഹത്തൽ കടകദന, രചന ഫിലിപ്പ്, പ്രമീള സിസ്റ്റർ, സുഷമ വി എ, ജയന്തി സിസ്റ്റർ, ദബോര, റീന സിസ്റ്റർ, ബീന വെള്ളറിട, ഡൊമിനിക് സാവിയോ, സജിനി സിസ്റ്റർ, രുക്മിണി സിസ്റ്റർ,
ആര്യ റോസ്, കർത്താവ് ഇവരെല്ലാം ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ വിമല, സിസ്റ്റർ ഗേളി, സിസ്റ്റർ ഷീജ, ലാഖ റബിനി ഘടക, ലിൻസി സിസ്റ്റർ, ഹോ റബാല ഹൈഷസ് കനാദിന. ഈ വിലങ്ങൾ ഇവരെ മേൽ തുറന്നു വരാൻ, ഈ വെളിപ്പാടുകൾ ഇവരെ മേൽ തുറന്നു വരാൻ, ഈ മഹിമ ഇവരെ മേൽ തുറന്നു വരാൻ. ജനകദുര ഹത്തു പ്രൗഷിമിനി ഹത്തൽ കടകദന ജീവൽ കടകദുന വായിഷ പ്രൗഢബന കടകദന അംദൽ കടകദന വാദ പ്രൗഷബന ഹദുരബന കടകദന വൈഷ പ്രൗഢബന കടകദന. ഈ ജനത്തിന് മേലത് തുറക്കണമേ. റിലങ്ങൾ ഓപ്പൺ ആകട്ടെ, തലങ്ങൾ ഓപ്പൺ ആകട്ടെ, തലങ്ങൾ ഓപ്പൺ ആകട്ടെ, തലങ്ങൾ ഓപ്പൺ ആകട്ടെ. ശക ബാന ജാനകദുര പ്രൗഷസ്കനാദിനാദനം. ലാദൽ ഖദന ജന ഗദുരബന ഹർഷസ്കനാദിരാദന. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഭവിച്ച നാളെ പകൽ നമുക്ക്, നാളെ രാത്രി നമുക്ക്, നാളെ രാവിലെ നമുക്ക് കൂടുതൽ സമയം ഇങ്ങനൊരു പകർച്ച വെളിപ്പെടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. ലിൻസി എന്നെ ഓർപ്പിക്കണം കേട്ടോ, ഞാൻ വിട്ടുപോയാൽ. ഇന്നലെയും ഇന്നും ഈ മീറ്റിങ്ങിൻ്റെ സമാപന സമയത്ത് കർത്താവ് അങ്ങനെ എൻ്റെ അകത്ത് പറയുകയായിരുന്നു. നമുക്കൊരുമിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കണം. രാവിലെ 5:30 വരുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, സമയം കിട്ടുമ്പോൾ പകലുകളും രാത്രികളും നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കണം. അന്ന് നമ്മുടെ ചർച്ചിനകത്ത് ഇത് സംഭവിക്കാൻ കാരണം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ചർച്ചിനകത്ത്. അവരെല്ലാം സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവരിലാണ് കർത്താവ് ഈ പകർച്ചകൾ കർത്താവ് അയച്ചത്. ഞാൻ വിശ്വസിക്കുന്നു രാവിലെയുള്ള പ്രാർത്ഥനയിൽ കർത്താവ് അങ്ങനത്തെ പകർച്ച, മഹത്വത്തിൻ്റെ ഒരു പകർച്ച കർത്താവിനകത്ത് തുറക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രാവിലെ നമുക്ക് 10:45 നമുക്ക് നമ്മുടെ മത്തായിയുടെ സുവിശേഷം കിങ്ഡം ലൈഫ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇന്നലെ പകലില്ലാതിരുന്നവർക്ക് ഞാനതിൻ്റെ ക്ലാസ് റെക്കോർഡിങ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാത്രിത്തെ ക്ലാസ് ഇട്ടിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന 3-4 ക്ലാസ്സുകൾ, 3-4 സെക്ഷനുകൾ നിർബന്ധമായിട്ടും കേൾക്കുന്നത് നല്ലതാണ് എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ദൈവം പുതിയ ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റി. നമ്മുടെ ഉടമ്പടിയുടെ അവകാശങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അവകാശികളാണ്. വളർച്ച നിങ്ങളുടെ അവകാശമാണ്. അനുഗ്രഹം നിങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് ആ ബോധ്യം നിങ്ങൾക്ക് ദൈവാത്മാവ് നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് ഇത്രയും നേരം തിരുവചനത്തിനകത്തുള്ള ഉടമ്പടിയുടെ വെളിപ്പാടിൻ്റെ വചനങ്ങൾ ധ്യാനിപ്പാനും ഞങ്ങളോട് കർത്താവേ അങ്ങ് കാണിച്ചിരിക്കുന്ന കരുണയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന അവകാശങ്ങളും അത് ഇസ്രായേൽ മക്കളുടെ ദൈവം ചെയ്തിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ ഭാഗമാക്കി ഞങ്ങളെ തീർക്കുകയും അതിലുള്ള അവകാശങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ തുറക്കുകയും ചെയ്ത അങ്ങയുടെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അത് ഈ ജനം മുഴുവൻ അനുഭവിക്കട്ടെ. ഇസ്രായേലിനെ കർത്താവ് അക്ഷരിക ഇസ്രായേലിനെ വെട്ടിമാറ്റി നാട്ടുലുവിനോട് കാട്ടുലുവിൻ്റെ കൊമ്പുകളായി ഞങ്ങളെ ഒട്ടിച്ചു ചേർത്ത് നാട്ടുലുവിൻ്റെ ജീവനും നാട്ടുലുവിൻ്റെ ഫലങ്ങളും ഞങ്ങളിലൂടെ തുറക്കേണ്ടതിന് അങ്ങേക്ക് പ്രസാദമായല്ലോ. ഈ മക്കൾ മുഴുവൻ അത് അനുഭവിക്കട്ടെ, തുറക്കട്ടെ. ഇവർ താമസിക്കുന്ന അതത് ദേശത്ത് ഇവർ അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് പകൽ ഇവർ എവിടെ പോകുന്നുവോ, എന്തു ചെയ്യുന്നുവോ അതെല്ലാം അനുഗ്രഹമായി മാറണം. ഞങ്ങൾ ഇന്ന് രാവിലെ കേട്ടതുപോലെ ഞങ്ങൾ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങയുടെ വചനപ്രകാരം പണിയപ്പെടുമ്പോൾ ഈ കുടുംബങ്ങളുടെ അവസ്ഥകൾക്ക് മുഴുവൻ മാറ്റമുണ്ടാകാനും ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ഈ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ വീഴാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങത് ചെയ്യുമെന്ന് അങ്ങയുടെ വചനപ്രകാരം പറഞ്ഞതാണല്ലോ. അത് ഈ കുടുംബങ്ങളുടെ മേൽ തുറന്നു വരട്ടെ. ദൈവപ്രവൃത്തികൾ തുറക്കട്ടെ, ദൈവ സാന്നിധ്യം തുറക്കട്ടെ, ദൈവമഹത്വം തുറക്കട്ടെ, ദൈവ ശബ്ദം ഇവരെ മേൽ തുറക്കട്ടെ. ഞാൻ ഇവനായിട്ട് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകൽ അനുഗ്രഹമാക്കി മാറ്റണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ജീവിത പങ്കാളികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം അനുഗ്രഹമാകട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച
സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോ വിശുദ്ധന്മാരോടും ദൈവത്തിൻ്റെ മക്കളോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം. Shalom. 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 Shalom.